എന്താണ് ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ്, എന്താണ് ഈ ടെക്നിക്കൽ അനാലിസിസ്, എന്താണ് ക്യാൻഡിൽസ്റ്റിക്സ്, ഇതൊക്കെയാണ് നിങ്ങളുടെ ഡൗട്ടെങ്കിൽ ഹായ് എവ്രി വൺ, വെൽക്കം ടു എൻട്രി ഫിനക്കാഡമി. ദിസ് ഇസ് അമൃത നായം. ആൻഡ് ഈ പറഞ്ഞ എല്ലാ ഡൗട്ട്സിനും ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ഹിറ്റ് ദ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഇഫ് യു ഹാവ് ലൈക്ക് ദ കോണ്ടന്റ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്? ഒരു കമ്പനിയുടെ ഓവറോൾ ഫിനാൻഷ്യൽ ഡേറ്റ ലൈക്ക് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, P&L സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കമ്പനിയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ, ഇക്കണോമിക് സ്റ്റേറ്റസ്, ഇതെല്ലാം ഒരു ഇൻവെസ്റ്റർ അനലൈസ് ചെയ്തതിന് ശേഷം ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ടൈമാണോ എന്ന് അനലൈസ് ചെയ്യുന്നതിനെയാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയ എന്താണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്? ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തതിന് ശേഷം ഇൻ ഫ്യൂച്ചർ ആ ഒരു ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങനെ റിയാക്ട് ചെയ്തേക്കാം, ആ ഒരു അനാലിസിസിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ ആ ഒരു പ്രൈസ് പോയിന്റ് ഏത് രീതിക്കാണ് റിയാക്ട് ചെയ്തത്, ആ ഒരു ചാർട്ട് പാറ്റേൺ, ആ ഒരു പ്രൈസ് പാറ്റേൺ ഇൻ ഫ്യൂച്ചർ എങ്ങനെ റിയാക്ട് ചെയ്തേക്കാം, ആ ഒരു അനാലിസിസിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് നമ്മുടെ ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ക്യാൻഡിൽസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രൈസ് മൂവ്മെൻറ്റ്, ഓക്കെ, കമ്പനിയുടെ ഹിസ്റ്റോറിക്കലി കമ്പനിയുടെ ആ പ്രൈസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, ആ ഒരു പ്രൈസ് മൂവ്മെന്റിനെ അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് പാറ്റേൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ടേം ഡിസിഷൻ എടുക്കാനായിട്ട് ടെക്നിക്കൽ അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്. അതേ സമയത്ത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ യൂസ് ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ്. അതായത് ടെക്നിക്കലും ഫണ്ടമെന്റലും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഒരു ഇൻവെസ്റ്റർ, അതായത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ഒരു വൈസ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ക്യാൻഡിൽസ്റ്റിക് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് നമ്മുടെ സ്ക്രീനിലോട്ട് വരാം. എങ്ങനെയാണ് ഒരു ക്യാൻഡിൽസ്റ്റിക് ഫോം ആവുന്നത്, എന്താണ് ഒരു ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്, എന്തിനാണ് ക്യാൻഡിൽസ്റ്റിക് യൂസ് ആവുന്നത് എന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ നോക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പം എങ്ങനെയാണ് ഒരു ക്യാൻഡിൽസ്റ്റിക് ഫോം ആവുന്നത്, എന്തുകൊണ്ടാണ് ഒരു ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ കളർ ഗ്രീൻ ആൻഡ് ഒരു ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ കളർ റെഡ് ആയിട്ട് മാറുന്നത് എന്നുള്ള റീസണും, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ ക്യാൻഡിൽസ്റ്റിക്കിന് എത്ര ഫീച്ചേഴ്സ് ഉണ്ട്, എത്ര ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എപ്പം മനസ്സിലാക്കാം. അപ്പം ഒരു ക്യാൻഡിൽസ്റ്റിക്കിന് മെയിനായിട്ട് 4 ഫീച്ചേഴ്സാണ് ഉള്ളത്, ലൈക്ക് ഒരു 4 സ്ട്രക്ചറാണ് ഉള്ളത്. അതായത് ഓപ്പണിംഗ്, ക്ലോസിംഗ്, ഹൈ ആൻഡ് ലോ. എന്താണ് ഈ ഓപ്പണിംഗ്, ക്ലോസിംഗ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. ഒരു ക്യാൻഡിൽ ഒരു പെർട്ടിക്കുലർ പ്രൈസ് പോയിന്റിൽ ഓപ്പൺ ആയതിനു ശേഷം ആ ഒരു ക്യാൻഡിൽ ഡൗൺ സൈഡിലേക്കും അപ്പ് സൈഡിലേക്ക് ഓബ്വിയസ്ലി മൂവ് ചെയ്യും. എങ്ങനെയാണ് അപ്പ് സൈഡിലേക്ക് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്? ബയ്യർ മാർക്കറ്റിന് അപ്പ് സൈഡിലേക്ക് പുഷ് തരികയും സെല്ലേഴ്സ് മാർക്കറ്റിന് ഡൗൺ സൈഡിലേക്ക് പുഷ് തരികയാണ് ചെയ്യുന്നത്. അപ്പം മാർക്കറ്റ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ അപ്പ് സൈഡിലേക്ക് മൂവ് തരുമ്പം ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ഏരിയനെയാണ്, ഈ ഒരു ഓപ്പൺ ചെയ്ത ഏരിയനെയാണ് നമ്മൾ ഓപ്പൺ എന്ന് പറയുന്നത്. അതിനുശേഷം മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് ബയ്യേഴ്സ് മൂവ് തരികയാണ്. കാരണം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രൈസിന് ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്. അതിനുശേഷം ഓബ്വിയസ്ലി അവിടെ സെല്ലേഴ്സ് ഉണ്ടാവും, സെല്ലേഴ്സ് ഡൗൺ സൈഡിലേക്ക് പുഷ് തരും. ഇതിന് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ് എൻ്റെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പ്രൈസ് പോയിന്റ് ആണ് എൻ്റെ ലോ എന്ന് പറയുന്നത്. അവിടെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാതെ അപ്പ് സൈഡിലേക്ക് മൂവ് തരുന്നതിന് ശേഷം ഒരു പെർട്ടിക്കുലർ ഹൈ ഏരിയ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആസ് ഓഫ് നൗ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല. അപ്പം ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്യും, അവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് ലാസ്റ്റ് ഈ ഒരു പ്രൈസിൽ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഈ ഒരു പ്രൈസ് പോയിന്റിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രൈസ് പോയിന്റിൽ നിന്ന് ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് തരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പ് സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് തരികയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൈസ് പോയിന്റ് അവിടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും ഓപ്പണിംഗ് പ്രൈസിന് കാട്ടും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ആവുകയും ആ ഒരു ക്യാൻഡിൽസ്റ്റിക് ഗ്രീൻ കളർ ക്യാൻഡിൽ ആവുകയും മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഒരു റെഡ് കളർ ക്യാൻഡിൽ ഫോർമേഷൻ. അതായത് ഒരു പെർട്ടിക്കുലർ പ്രൈസ് പോയിന്റിൽ ഒരു ക്യാൻഡിൽ ഓപ്പൺ ആവുകയും, ഓക്കെ, ഒരു പെർട്ടിക്കുലർ പ്രൈസ് പോയിന്റിൽ ഒരു ക്യാൻഡിൽ ഓപ്പൺ ആവുകയും അതിനുശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പുഷ് തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് അവിടെ നിന്ന് ഓബ്വിയസ്ലി ബയ്യേഴ്സ് അപ്പ് സൈഡിലേക്ക് പുഷ് തരും, അതൊരു ഹൈ ആയി. ദെൻ അവിടെ നിന്ന് ഡൗൺ സൈഡിലേക്ക് പുഷ് തന്നതിന് ശേഷം നല്ല ലോ ക്രിയേറ്റ് ചെയ്ത് അവസാനം കുറച്ച് മുകളിലേക്കായിട്ട് വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യും. ഇവിടെ എന്താണ് സംഭവിച്ചില്ലേ? ഈ ഒരു പെർട്ടിക്കുലർ പ്രൈസ് പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത പ്രൈസിനെക്കാട്ടും ഡൗൺ സൈഡിലോട്ട് പോയോണ്ടാണ് ആ ഒരു ക്യാൻഡിൽ റെഡ് കളർ ക്യാൻഡിലായിട്ട് മാറിയിട്ടുള്ളത്. അപ്പം ഇവിടെ ഈ ക്രിയേറ്റ് ചെയ്ത ഹൈ ആൻഡ് ലോ എന്ന് പറയുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാഡോ അഥവാ വിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത പ്രൈസാണ് നമ്മുടെ ഷാഡോ അഥവാ വിക്സ് എന്ന് പറയുന്നത്. അപ്പം
ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ക്യാൻഡിൽ ഓപ്പണിംഗ്, ലോ, ഹൈ ആൻഡ് ക്ലോസിംഗ്. ആൻഡ് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ്? ബോഡി ആൻഡ് ഈ കാണുന്ന വിക്സ് അഥവാ ഷാഡോ എന്ന് പറയുന്നതാണ്. അപ്പം എന്തിനാണ് ക്യാൻഡിൽ സ്റ്റിക്ക് പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് സൈക്കോളജി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ സ്ട്രോങ്, പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു വൈസായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ഞാനൊരു പെർട്ടിക്കുലർ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ട്രേഡ് ഞാൻ ഹോൾഡ് ആക്കണോ, എക്സിറ്റ് ആക്കണോ, അതല്ലെങ്കിൽ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു ഏരിയയിൽ നിന്നും ഞാൻ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യണോ എന്നുള്ള കാര്യം കൂടെ എനിക്ക് മുൻകൂട്ടി പറഞ്ഞു തരുന്നത് എൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ്. അലോങ് വിത്ത് ദാറ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആൻഡ് ഒപ്പം തന്നെ വോള്യൂം കൂടെ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള കൺഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് മേജറായിട്ട് നോക്കുന്നത് നമുക്കൊരു ട്രേഡ് കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് കുറേ അധികം ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക് ഉണ്ട്. അപ്പം ഈ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പോൾ ടിൽ ദെൻ ഹാപ്പി ട്രേഡിംഗ്.